മിച്ചം വന്ന കപ്പയ. അല്ലടി, അപ്പുറത്തെ വീട്ടിലാരോ വന്നോ. ഉണ്ണിയൊക്കെ ഇപ്പഴൊന്നും ഇപ്പം മാറിപ്പോയില്ലേ, സ്ഥലം മാറിപ്പോയി. മുളഞ്ഞെടുക്കുവാ ആണോ? അത് ക്യാമറ കണ്ടപ്പോൾ പേടിക്കുന്നു, നിന്റെ കൂട്ടുകാർ കാണിക്കുന്ന പോലെ. ഒക്കെ എന്തിനാ എപ്പോഴും ദേഷ്യം വരുന്നത്? എന്തിനാ? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ദേഷ്യമാണല്ലോ. ഉണ്ടായിരുന്നു ചുമ്പായേ. അങ്ങനെ കട്ടായി പോയോ? വാട്സാപ്പിൽ വിളിക്കാമല്ലോ. വാട്സാപ്പിൽ കിട്ടുമോന്നോ? പൊട്ടത്തരം പറയല്ലേ. എന്നെ വിളിച്ചിട്ട് കിട്ടിയല്ലോ, എനിക്കിവിടെ മിസ് കോൾ വന്നല്ലോ. ഞാൻ എടുക്കാത്തല്ലേ. എന്നാ അവള് കപ്പ കഴിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല മോനെ. അവള് കപ്പ കഴിക്കുന്നുണ്ടോ മോനെ അവളോട് ചോദിച്ചേ. അതൊന്നും എനിക്കറിയത്തില്ലടാ. അവന്റെ കാലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കഴിയും. സിംബാച്ചനെ കുളിപ്പിക്കുക. കുളിച്ചതാണ് അതോ തല വെള്ളം ഒഴിച്ചായിട്ട് വന്നിരത്തില്ല. എന്നാലും സൂപ്പർ. സിന്ദൂരം വരെ ഇട്ടോണ്ടാ വരുന്നത്. രാവിലെ ഞാൻ കുറച്ച് നിർബന്ധിച്ചാ. ചെറിയ ചേട്ടാ എന്നാ കുളിച്ചല്ലോ. വൈകിട്ടല്ലേ വിളിക്കുന്നത്, 7 മണിക്ക്. എന്നാലും ഞാൻ പറഞ്ഞ കേട്ടല്ലോ, സ്നേഹം ഉണ്ടേ. പക്ഷെ കാണിക്കുകയല്ല, തർക്കിക്കണം. അല്ല, സ്നേഹം ഉണ്ടായിട്ടല്ല, അംഗീകരിക്കുകയല്ല. പിന്നെ അംഗീകരിക്കുകയല്ല. ചേച്ചാച്ചൻ ഓർത്തോ രാവിലെ ഇവന് എന്നാ ശ്യാമകൾ വഴക്കുണ്ടാക്കുന്നത്. തലയിലൊഴിച്ചോളൂ. എന്നാലും കുഴപ്പമില്ല. ആ മോൻ കാണുമ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. അത് പറ്റത്തില്ല. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ചന്ദ്രനൊക്കെ തൊട്ട് നല്ല മിടുക്കിയായിട്ട് വരണം. ഞാൻ അമ്മ ബ്രെഡ് ഇരിപ്പുണ്ട്. അമ്മ കറിയെക്കുട്ടി ഇരിപ്പില്ലേ, ചപ്പാത്തി ഇരിപ്പുണ്ട്. ചപ്പാത്തി ഇതിന് കൊടുക്കും, മീനിന്. എന്നാ അമ്മ ഉദ്ദേശിക്കുന്ന എന്നാ? കടലാസാണോ? അതിനാ നിക്ക് ഇതുകൊണ്ട് ഇതും കൊണ്ടുപോ. വരുവാ. ഫോൺ എടുത്തോ ചാച്ചൻ? അത് തന്നെ. എത്ര പെട്ടെന്നല്ലേ ഈ ദിവസങ്ങൾ പോകുന്നത്. അത് മാറുന്നാ ചുമ്മാ. എന്തോ അമ്മേ? ഉഴുന്ന് കിട്ടിയില്ല. ഉഴുന്ന് കിട്ടി ഞാൻ ആട്ടി വെച്ചിട്ട് പോയിരുന്നു. ഇവിടുന്ന് ഇവിടെ കാണുമായിരിക്കും. അവിടെ പോവാ. അതൊന്നും മഴ പെയ്യുവോ? അടച്ചിടണം. എന്നിട്ടല്ലേ അവള് ഞാൻ ആ കൊച്ചിൻ്റെ മുടി ഒന്ന് ശരിയാക്കട്ടെ. അടച്ചിട്ടോ അല്ലെങ്കിൽ പോരും. ചുമ്മാ കയറ്റി വെച്ചാൽ മതി. അങ്ങനെ
ഇന്ന് എല്ലാവരുടെ മുടി ചീകിച്ചയാണ് ചേട്ടയുടെ പരിപാടി. ശാമ്പുവിൻ്റെ മുടി ചീകി, നാരായണൻ്റെ മുടി, ഇനിയിപ്പോൾ എൻ്റെ മുടിയെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. മുടി ചെയ്യുമ്പോൾ ഒരു കൈ കൊച്ചിൻ്റെ തലമുടിയെ പിടിക്ക്. എൻ്റെ ചോദിക്കോളൂ, നീ പോയി കണ്ടോ. ഇച്ചിരി വേദന എടുക്കും. ഇതാണ് കൊടുങ്കാറ്റ്, കാറ്റോട് കാറ്റ്. അയ്യോ 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 അയ്യോ, എല്ലാം കൂടെ ഇപ്പം തകർന്ന് തരിപ്പമാവോ ചമ്മച്ചി. അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ നല്ല കാറ്റ് കേട്ടോ. ഇവിടെ ഇതുവരെ ചികിത്സ നിന്നില്ല. ഓ കാറ്റാടാ മോനെ, നല്ല കാറ്റ്, കാറ്റോട് കാറ്റ്. അമ്മ അവിടെ വെച്ചേക്കാം, ഞാൻ എടുത്തോളാം. ഇവിടെ അവിടെ വെച്ചേക്കാം, ഞാൻ എടുക്കാം. ഇവിടെ ആളിരിപ്പുണ്ട്, അതുകൊണ്ടാ. ആണോ? മതി തന്നെ ചെയ്ത്. ഓ എത്ര നേരമായി. അപ്പയാ ചെയ്യുന്നത്. അവൾ അത് പെറുക്കി കൊന്നു കളയുമ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ വരും. കൊടും കാറ്റ് ചവിട്ട അതിനിട്ട് അടിയിലെ ആ കമ്പിക്കെട്ട് ചവിട്ട. ഓ താഴോട്ട് ചവിട്ടി താക്ക. ഇന്നത്തെ മഴ ആരംഭിച്ചിരിക്കുകയാണ്. പോകാമോ? പാതിന് പോകാമോ മുത്തേ? താഴെ വരെ ഒന്ന് പോയാ പോരെ? നീ പറ, ഞാൻ എന്നാ പറയാൻ വരുന്നേ? പറ, എന്നാ പറയാൻ വരുന്നേ? എന്നാന്ന് പറ, എന്താന്ന് പറ. അത് നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ പെൺപിള്ളേര് മോശമായിട്ട് തോന്നിട്ടില്ല. ഇവൻ എന്നാത്തിന് ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? എനിക്ക് ചെറുക്കനുണ്ട്, എന്റെ സിംബ, എന്റെ ചെറുക്കൻ. എന്റെ കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കൊടുക്കാൻ കുഞ്ഞമ്മ പറഞ്ഞോ? ഹലോ, എന്റെ കൊടുക്കാൻ പറഞ്ഞോ കുഞ്ഞമ്മ? അതോ ഇവള് തന്നാണോ? അതാണ് അമ്മനെ അവിടെ എതിരിപ്പുണ്ടേ. അതാണ് അമ്മ.
കൂട് കിട്ടിയോ കുഞ്ഞെ? കൂടെ വേണോ? വേണ്ടല്ലോ, വേണ്ട. എന്നാടി ഇതിനെ നോക്കി പഠിപ്പിക്കുന്നേ? എന്നാ നീ നോക്കി പഠിപ്പിക്കുന്നേ? എന്നാ നോക്കി പഠിപ്പിക്കുന്നേ? നിന്റെ സ്ഥാനത്ത് അല്ലേലും ആമ്പിള്ളേരാണെങ്കിൽ പ്രടാവേ പോയി മേടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞാനെ. ആണോ? ആമ്പിള്ളേരെന്നാ ഞാൻ ഉദ്ദേശിച്ചത്, കിളവൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് കിളവൻ, ഇതാങ്കൊച്ച്. ചക്ക വീണോ അങ്ങോട്ട്? അങ്ങനെ ചേട്ടാ, ഇവിടെ ചക്ക വീഴുന്നേ. ഇവിടെ വീണ്. ഇതാണ്ട് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു തട്ടി വീണാന്ന് തോന്നുന്നു എൻ്റെ മണ്ടേന്ന്. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പ ചുട്ടു. കറണ്ട് പോയി. പകുതി അവിടെയും വീണെന്ന്. എൻ്റെ പൊന്നെ, ഈ ചക്ക കാരണം മനുഷ്യന് വഴിയൊക്കെ നടക്കണ്ട. ശ്യാമളമ്മ ചുമ്മാ ഇരിക്കുമല്ലോ, ഫോൺ ചെയ്യാൻ. നീ കണ്ടതല്ലേ? നീ ശ്യാമളമ്മയ്ക്ക് പണി കൊടുക്കണോ? ചേച്ചി പെണ്ണ് പാല് മേടിക്കാൻ പോയതാ. അതവിടെ എന്തെങ്കിലും പരിപാടിയാണല്ലോ. ഇവിടെ ഇച്ചിരി ഈ ബെല്ലിൻ്റെ ശബ്ദം കേട്ടോ സെക്കൻഡിൽ അറിയാം ആരാ വന്നേ. അതിലെ കൂടെ ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ സംസാരിച്ചുകൊണ്ട് പോകാൻ ചോദിക്കും, ആരാ സംസാരിച്ചേ? 6 ഓട്ടോയാണ്, 6 ബൈക്കാണ് അല്ലേടാ? സുന്ദരി പെണ്ണേ, സുന്ദരി പെണ്ണേ. ഇതാരെ സുന്ദരി പെണ്ണ്? തെറ്റില്ല. നീ വന്നപ്പോ കണ്ടോ സിംബ കരയുന്നേ? എന്നാടി എന്നെ നോക്കുന്നേ ഇങ്ങനെ? എന്നാടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എല്ലാ പ്രാവശ്യം ഞാൻ തന്നെ അല്ലേ പാലിന് പോന്നേ? അല്ലേ അപ്പ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തോണ്ട് വരും. അപ്പ അങ്ങനെ പറയല്ല. അപ്പ ഇവിടുത്തെ ഒന്നാമത് ഒരേ ഒരു ആന്തരിയല്ലേ. ഷെഡിൽ കയറി. അപ്പ ഷെഡിൽ കയറി. ഷെഡിൽ എറുമടത്തിൽ കയറി. ഇതുണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾ തന്ന പൊന്നു. അഞ്ജനാന്ന് വിളിക്കും. അല്ല, അഞ്ജനാന്ന് പേര്, പൊന്നൂന്ന് വീട്ടിൽ വിളിക്കും. അവൾ എനിക്ക് തന്ന ഏകദേശം എനിക്കൊരു 10 വർഷം മേലായിട്ടുണ്ട് ഇത് ഒന്ന് തോന്നുന്നു. അത്രയൊക്കെ ആയി. എനിക്കങ്ങനെ ആരും ഗിഫ്റ്റൊന്നും തരാറില്ല. കണ്ടോ എൻ്റെ കൊച്ചെനിക്ക് തന്ന. അത് പൊന്നു കുഞ്ഞമ്മ എനിക്ക് തന്നതാടി കുഞ്ഞേ. എൻ്റെ ബർത്ത്ഡേക്ക് തന്നതാണ് ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ. എന്നാ പൊന്നെ? ഞണ്ട് പോലെ അവിടെ വെച്ചേ. അതിന് 2 പേര് തന്നെ. ഒന്ന് പാലല്ലായിരിക്കും, ഒന്ന് തൈരായിരിക്കും മിക്കവാറും. നാരായണി, നാരായണി, ഇതന്നെ 2 പാല്. ഇതന്നെ 2 പാല് തന്നേ. 2 പാല് തന്നേക്കുന്നേ. ഒന്ന് തൈരാണോ? നിനക്ക് അന്നേരം പാൽ. യൂതയിലെ മണ്ട കയറുന്ന കണ്ടോ? കണ്ടോ? നോക്കി കാണിക്കുന്നുണ്ടോ? ദൈവമേ, പലഹാരം കെട്ട് തിന്നെ നിർത്തി. അപ്പ ഇങ്ങി വന്നേ. അപ്പ ഈ 2 പാലെന്നാ ചെയ്യണ്ടേ? അമ്മ എടുത്തു തരാം. അമ്മ എടുത്തു മോനെ എടുത്ത് കൊടുത്തടി. എല്ലാം എടുക്കുന്നുണ്ട്. സ്വന്തമായിട്ടെല്ലാം എടുക്കുവാണേ. നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന്. നീ പോയി ചെയ്യ എൻ്റെ നാരായണി ഒന്ന്. 2 പാലുണ്ട്. എന്നാ പിന്നെ പായസം ഉണ്ടാക്കായിരുന്നല്ലോ. അയ്യോ എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു സാധനം നിന്റെ അപ്പയെ പോലെ ഉടനെ അത് ടേബിളിനെ മണ്ട ഇട്ടെടുത്ത് തിന്നുന്നു. അതാ കൊച്ചിനെ കൂടെ തീറ്റിക്കുന്നു. വൃത്തിയെന്ന് പറയുന്ന സാധനമില്ല.
അലിക്കത്തില്ല. ചന്തക്കാരി 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 ബിസിയാണ്. കൊതുകൊടി കാരണം രക്ഷയില്ലാണ്ട് ഇവിടെ മാത്രം വേദന എടുക്കുന്നതിന് എന്നാ പറയുന്നേ? ഇത്രയും ഭാഗം എങ്ങനെ വേദന, ഇത്രയും ഭാഗം ഇവിടെ എന്തോ ഇരിപ്പുണ്ട്, എന്തോ ഇരിപ്പുണ്ട്. ഇനി തന്നാലല്ലേ എനിക്ക് മരുന്ന്. എനിക്ക് തലവേദന ഒരു രക്ഷയില്ല. എനിക്ക് തലവേദന മാറും. ഇതാണ് പഴയ സ്ക്രീൻ. പുതിയ സ്ക്രീൻ സംഭവം എന്നാ പായസം എന്നറിയാവോ? എന്താ എന്നാ മാറിക്കാമോ? ആനാ ഇവിടെ നിന്ന് കുടിക്കുള്ളൂ. എൻ്റെ ഫോണൊക്കെ തട്ടിട്ടിട്ടാണോ കുടിക്കുന്നത്, കുടിക്കാൻ വരുന്നത്? ഓ എൻ്റെ പൊന്നെ, ഇത് എന്നാത്തിൻ്റെ പായസമാണെന്നറിയാമോ? എന്നാ എന്നാ അടപ്രഥമൻ, പാലടപ്രഥമൻ, പാലട. ഏതാണ് ആയിട്ടുണ്ട്? അതാണോ അവിടെ ഇരിക്കുന്നത്? അത് തന്നെ അവിടെ ഇരിക്കുന്നത്. അല്ല, ഇതല്ല, ഇതിന്റെ ഷേപ്പ് വേറെയാ. കൂട്ടാ ഇതാ ചൂടാണെങ്കിൽ പതിയെ കുടിച്ചാൽ മതി. എന്നാ പൈസ വന്നോ? പാലട. മഴ 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 മൂത്തു. അടിപൊളി. നല്ല മഴയത്ത് പായസം കുടിക്കണം. പക്ഷെ എനിക്കെന്ന് ഞാൻ തലവേദന ഉള്ളപ്പോഴാണ് ഇവിടെ പായസം ഉണ്ടാക്കണം. എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ എന്നിട്ട് പായസം ഉണ്ടാക്കിയാൽ എനിക്ക് തലവേദന ആയിരിക്കും. എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല. നല്ല മഴ. ശ്യാമളമ്മയാണെങ്കിൽ അവിടെ എത്ര നേരമായി വിളിക്കുന്നറിയോ അമ്മേനെ. ആ അമ്മയുടെ നല്ല ചെരുപ്പ് നീ ലെവലിലിട്ടെ ശ്യാമളമ്മേ. ഉമ്മോ എന്നവാ എപ്പോൾ ഞാനായിരിക്കും വെച്ചത് എനിക്കറിയില്ല, ഓർമ്മയില്ല. ആ പായസം എന്താ എത്ര നേരമാണ് ഞാൻ പായസത്തിന് കൊതിച്ചിരിക്കുന്നത്. തലവേന മൂക്കുന്നതിന് പായസം എന്താ കഴിച്ചിട്ട് വേണം പോയി കിടക്കാൻ. ചത്തു നാറിയ സ്മെല്ലെന്ന്. അതാ വെള്ളത്തിനകത്ത് മഴ പെയ്യുമ്പം സ്മെല്ല് വരുന്ന. കൊള്ളാവോ? നെയ്യൊന്നും ഒഴിച്ചില്ലേ അപ്പേ? നെയ്യൊന്നും ഒഴിച്ചില്ലേ? ഒന്നും ഇടില്ല, വെറുതെ അങ്ങ് കഴിക്കുക. ആണോ?
വരില്ല, കേക്കത്തില്ല. മതി ആൾക്കാർ. എത്ര മണിക്കൂറായെന്നറിയാം കഴിക്കാൻ. വേറെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പേ അറിയുള്ളൂ. എന്നിട്ടും വരുന്നില്ല. ഞാൻ ഫോണിൽ വിളിച്ചെന്ന്. ഓ മറ്റൊരു കോളിലാണെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. പറഞ്ഞപ്പോ എനിക്കറിയത്തില്ല. അമ്മ ഒന്ന് വാ, വന്നിരിക്കും. എനിക്കൊന്ന് അമ്മ ഇരിക്കണ്ടേ? ഇപ്പൊ ഞാൻ കുഴപ്പമില്ല. ആഹാ 2 പാലും കൂടെ അതെന്നാ വീട്ടിൽ നിന്ന് എടുത്തു തരാം. ഇന്നത്തെ പാലും കൂടെ തന്നല്ലേ? കുന്തിരിക്കം പോച്ച്.